ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഷാരി ആണെങ്കിൽ സരിയുവിന് വേണ്ടി രാത്രി പയസ് വരുമ്പോഴേക്കും വാതില് തുറന്നു കൊടുക്കുകയാണ്. പയസ് സുഖമായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ഷാരി പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, നിങ്ങൾ റൂമിൽ എങ്ങനെ അടച്ചിട്ടിരുന്നോ, ഞാൻ കാര്യം നടത്തിയിട്ട് തിരിച്ചു പോയിക്കോളാം, നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പയസ് നേരെ മുകളിലേക്ക് പോവാണ്. പക്ഷെ ഷാരി ആണെങ്കിലോ ടെൻഷൻ കാരണം ആ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ വന്നിട്ട് ഒളിച്ചു നിൽക്കുക കേട്ടോ, എന്താ നടക്കണേന്ന് അറിയാനായിട്ട്. അങ്ങനെ പയസ് നേരെ മുകളിലിട്ട് പോകുമ്പോഴേക്കും കല്യാണിന്റെ റൂമിൽ കല്യാണിനെ കാണുന്നില്ല. ഇവളിത് എവിടെ പോയി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ കല്യാണി ബാത്റൂമിൽ പോയതായിരുന്നു. കല്യാണി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ഒരു ആള് മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വെമ്പ് മുട്ടിരിക്കുകയാണ്. കല്യാണി അപ്പൊ തന്നെ ആരാതെന്ന് ചോദിക്കുമ്പോ തന്നെ അയാൾ വേഗം കത്തിയായിട്ട് കല്യാണിന്റെ നേരെ ഇങ്ങനെ തിരിയായിട്ട് കുത്താനായിട്ട്. അപ്പൊ കല്യാണി അയ്യോ ഓടി വരണേ ആന്റി ഓടി വരണമായിട്ട് അവിടെ ഉണ്ടായിരുന്ന തലയണ വെച്ചിട്ട് അയാളെ പിടിച്ച് ഒറ്റ തള്ളിയിട്ട് നിലത്തേക്ക് ഇറങ്ങി പോകുവാണ്. അപ്പൊ ഈ പയസ്സും നിലത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഷാരി ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് സ്റ്റെയർ കേസിന്റെ അടിയിൽ തന്നെ ഒളിച്ചു നിൽക്കുക കേട്ടോ. വീണ്ടും വീണ്ടും കല്യാണി പറയണ്ട, ആന്റി ആന്റി ഓടി വരണേ ആന്റി ആന്റി ഓടി വാ ആന്റി എന്നൊക്കെ പറയുമ്പോഴേക്കും ഷാരി അവിടെ എഴുന്നേക്കുന്നില്ല കേട്ടോ, അവിടെ തന്നെ അങ്ങ് നിൽക്കാണ്. അങ്ങനെ കല്യാണി വേഗം പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാണ്. പിന്നീട് പയസ്സിന് ഒന്നും തന്നെ കാണുന്നില്ല. മൊബൈൽ ഫോണിലെ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ്. പിന്നെ അവിടെ എങ്ങാനും കല്യാണി ഉണ്ടോ എന്ന് ഇങ്ങനെ തെരഞ്ഞു നോക്കാണ്. കല്യാണി ഒരു മൂലക്ക് മാറി നിൽക്കായിരിക്കും. ആ സമയത്ത് ഷാരി ഒരു മൂലക്ക് നിൽക്കായിരിക്കുമല്ലോ. അവിടെ നിന്ന് പതുക്കിങ്ങനെ അവിടെ നിന്ന് ഷാരിയുടെ മുൻപിലേക്ക് കയറി വരുവാണ്. ആ സമയത്ത് പയസ് വിചാരിക്കണം എന്താണ്, അത് കല്യാണിയാണെന്നാണ്. കാരണം സരിയു പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ അമ്മയും കല്യാണിയും മാത്രമേ ഉള്ളൂ. ഷാരി വാതിൽ തുറന്ന സമയത്ത് പയസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിൽ കയറി കഥ കടച്ചിരിക്കാൻ. അപ്പൊ പയസ് വിചാരിക്കണം എന്താണ്, അതായിരിക്കും കല്യാണി എന്നാണ്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് ഷാരിനെ ഒറ്റ കുത്തിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് പയസ്. അപ്പോഴേക്കും ഷാരി വേഗം തന്നെ വാവിട്ട് നിലവിളിക്കണ്ട, അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാണ്. കല്യാണി വേഗം ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴേക്കും പയസ് ഗേറ്റ് കടന്നിട്ട് അപ്പുറത്തേക്ക് ചാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണി നോക്കുമ്പോഴേക്കും ഷാരി നിലത്ത് ബ്ലഡിൽ കുളിച്ച് അങ്ങനെ കിടക്കുവാണ്. അയ്യോ ആന്റി ആന്റി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് വയ്യ മോളെ, ഞാനിപ്പോ മരിക്കുമെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ ആന്റി, ഞാൻ ആംബുലൻസ് വിളിക്കാന്ന് പറഞ്ഞിട്ട് കല്യാണി അപ്പൊ തന്നെ ആംബുലൻസ് വിളിക്കേണ്ട ശേഷം കിരണിനെ വിളിക്കുകയാണ്. കിരണേട്ടാ കിരണ ഹോസ്പിറ്റലിലല്ലേ? അതേ കല്യാണി, എന്താ കിരണേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വാ, എന്തു പറ്റിയാണ് അതൊക്കെ വന്നിട്ട് പറയാം, എത്രയും പെട്ടെന്ന് തന്നെ വാന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ വെക്കാണ്. അപ്പൊ കിരണും ആംബുലൻസും അവിടെ ഒരുമിച്ചാണ് എത്തുന്നത്. കിരണിനാകെ ഷോക്കായി പോവാണ്. കാരണം ഇന്ന് രാവിലെ വരെ സംസാരിച്ച ആന്റി ഇപ്പൊ മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷാരി ഏറെക്കുറെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി ചേർന്ന് ആംബുലൻസിലേക്ക് കയറ്റിയാണ് ഷാരിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞിട്ട് കുറച്ച് ക്രിട്ടിക്കലാണ്, രക്ഷപ്പെടാനുള്ള ചാൻസ് ഒട്ടും തന്നെ ഇല്ല, എങ്കിലും നമുക്ക് മാക്സിമം ശ്രമിക്കാന്നാണ് ഡോക്ടർമാർ പറയണത്. അങ്ങനെ ഷാരിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നുണ്ട്. ആ സമയത്ത് കല്യാണിയുടെ ചോദിക്കേണ്ടി കിരണ, എന്താ കല്യാണി എന്താ പറ്റിയത്? എനിക്ക് അറിയില്ല കിരണേട്ടാ, ശത്രുക്കളെല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ശത്രുക്കൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ആരാണ് വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മുഖം മൂടി മാറ്റിയെങ്കിലും എനിക്ക് അവനെ കണ്ടപ്പോ വിക്രത്തിന്റെ കൂട്ടുകാരനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ വന്നത്. ആ സമയത്ത് അവൻ കയ്യിൽ കിട്ടിയത് ആന്റീനെ ആയിരുന്നു. അപ്പൊ ആന്റീനെ കുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഈശ്വര, ഇതെങ്ങനെ ഇപ്പൊ സരിയുനോട് പറയും? ഇത്തിരി സീരിയസ് ആണല്ലോ, അവളോട് കാര്യങ്ങൾ പറയാം. അവള് വന്നിട്ട് അമ്മേനെ കാണണമെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിരൺ സരിയുവിനെ വിളിക്കാണ്. പാതിരാത്രി വരുന്ന കോൾ ആയതുകൊണ്ട് തന്നെ കല്യാണി മരിച്ചു എന്നുള്ള ന്യൂസ് പറയാൻ വേണ്ടി ആരോ വിളിക്കണതെന്നാണ് സരിയു വിചാരിക്കുന്നത്. സരിയു മനസ്സിലാക്കണം, ഈശ്വര കോള് വന്നു മരണക്കോള് വന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുക്കാണ്. ഹലോ കിരണേ, എന്താടാ ഈ സമയത്ത്? സരിയു, നീ എത്രയും പെട്ടെന്ന് നമ്മുടെ സിറ്റി ഹോസ്പിറ്റൽ വരെ വരണം. എന്താടാ അവിടെ, എന്ത് പറ്റിയടാ എന്ന് നന്നായിട്ട് ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. സരിയു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. ശേഷം അവിടെ നിന്ന് റെഡി ആവാട്ടോ. മരണമാണെന്നുണ്ടെങ്കിലും ഒന്ന് അണിഞ്ഞൊരുങ്ങി പോകാം, കരയുമ്പോ ഗ്ലാമർ കുറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സരിയു പാതിരാത്രി മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പൊ താര ചോദിക്കണ്ടേ എന്തു പറ്റി, എന്താ ഈ സമയത്ത് പോണം ചോദിക്കുമ്പോ അവള് ചത്തു, ആ കല്യാണി. താരക്കാകെ ഷോക്ക് ആവാണ്. അമ്മ എന്തിനാ വിഷമിക്കേണ്ടത്, അവള് ചത്തെന്നാ തോന്നണത്. കിരൺ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുവാണ്, ശരിക്കും പ്രാർത്ഥിച്ചോ, അവള് ചത്തു. നാളെ അവിടെ പോയിട്ട് നന്നായിട്ട് കരയാനുള്ളതാണ്, അതുകൊണ്ട് ഇപ്പൊ കരച്ചിലൊന്നും തീർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകാട്ടോ. താര അവിടെ തന്നെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താരയുടെ ഭാഗത്താണ് ശരിക്കും മെയിൻ ആയിട്ടുള്ള തെറ്റിട്ടോ. ഷാരിനേക്കാളും തെറ്റ് താര ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയൊക്കെ സംരക്ഷിച്ച ചന്ദ്രസേനന്റെ കുടുംബത്തിനെ ദ്രോഹിക്കാൻ നോക്കുന്ന സരിയുവിനെ ചേർത്ത് പിടിക്കുന്നത് താരയല്ലേ. പക്ഷെ താര അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സരിയു ആണെങ്കിൽ നേരെ തന്നെ ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താണ്. അവിടെ വേഗം തന്നെ ഐസുവിന്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും കിരൺ അവിടെ നിന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. കിരണെ എന്തു പറ്റിയ, ആർക്കാ അപകടം പറ്റിയത്? അത് സരിയു, നീ വിഷമിക്കരുത് എന്ന് പറയാണ്. എന്താ കിരണ, എന്താ കാര്യം?
അത് സരയു എന്ന് പറയുമ്പോ തന്നെ അവിടേക്ക് ഡോക്ടർ ഇറങ്ങി വരുവാ കേട്ടോ. ഡോക്ടറിനോട് കിരൺ പറയുന്നുണ്ട്, ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. അത് ആള് പോയി എന്ന് ഡോക്ടർ പറയാണ്. അത് കേട്ടൊക്കെ സരയുനെ ചിരിക്കണോ കരയണോ എന്തെന്നറിയാതെ അങ്ങനെ അന്താളിച്ച് നിൽക്കാണ്. കിരണെ ആരുടെ കാര്യമായിട്ട് ഡോക്ടർ പറഞ്ഞത്? ആര് പോയിന്നാ പറഞ്ഞത്? അത് വേറൊന്നുമല്ല സരയു, നീ ധൈര്യത്തോടെ ഇരിക്കണം. നോക്ക്, ഇന്ന് കല്യാണിനെ കൊല്ലാൻ വേണ്ടി വിക്രത്തിന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു റൂമിലേക്ക് വന്നിരുന്നു. പക്ഷേ ആന്റീനെ കുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് പോയി. ആന്റിയാണ് മരണപ്പെട്ടത്. അത് കേൾക്കുമ്പോ സരിക്ക് ഷോക്ക് ആവണേ. എന്താ നീ പറഞ്ഞത്? അതെ, നിന്റെ വളർത്തമ്മയാണ് മരിച്ചതെന്ന്. സരയു അപ്പൊ തന്നെ പൊട്ടിക്കരയാ. ടീച്ചർ ഞാൻ കാരണം ആരൊക്കെ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സരയുവിന് ആകെ വിഷമവും അങ്ങനത്തെ ഭയങ്കര കുറ്റബോധമൊക്കെ തോന്നി പൊട്ടിക്കരയാണ്. അങ്ങനെ ഷാരി മരിച്ചു കേട്ടോ. അങ്ങനെ അറിയിക്കേണ്ടവർ അറിയിച്ചോളാൻ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഷാരിയുടെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് കിരൺ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തന്റെ ആന്റി ആണല്ലോ. അപ്പൊ ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന നിമിഷത്തേക്ക് നല്ല സ്വഭാവമൊക്കെ ആണെന്ന രീതിയിലാണ് കിരൺ വീട്ടിൽ കൊണ്ട് ദഹിപ്പിക്കാന്ന് വിചാരിച്ചത്. സരിയു നോക്കുമ്പോഴേക്കും ആ വീട്ടിലിങ്ങനെ ഡെഡ് ബോഡി വെച്ചിരിക്കുകയാണ്. സരിയു നോക്കുമ്പോഴേക്കും കല്യാണി അവിടെ നിന്ന് കരയുന്നുണ്ട്. ഇവൾക്ക് വെച്ച കെണിയൊക്കെ ഞാൻ സ്നേഹിക്കുന്നവർ എടുത്തോണ്ട് പോകുകയാണല്ലോ. ആദ്യം എന്റെ അച്ഛൻ, ഇപ്പൊ എന്റെ വളർത്തമ്മ. ഇവളെല്ലാത്തിനും കാണണം. ഇവളങ്ങോട്ട് കഴുത്ത് വെച്ച് കൊന്നാലോ, എനിക്കിനി കിരണ്ണ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരു ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. അതായത് ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പോലും. അപ്പൊ അതിനുശേഷം വീണ്ടും പിന്നീട് കാണിക്കണം നമ്മുടെ കിരണിനെയും കല്യാണിനെയാണ്. എന്നാലും വിക്രം മരിച്ചു കഴിഞ്ഞിട്ടും അവന്റെ കൂട്ടുകാർ ഇങ്ങനത്തെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് കിരൺ പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട, അതെ അവന്റെ കൂട്ടുകാരും അവനെ പോലെ തന്നെയാണ്, ദുർബലനായിരുന്നു. പക്ഷെ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിയില്ല. കല്യാണി അവനൊക്കെ ഉണ്ടാ നീ തിരിച്ചറിയോ? തീർച്ചയായിട്ടും തിരിച്ചറിയും. എന്ന് നമുക്ക് സിഎക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സിഎയുടെ അടുത്തേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ ആന്റി മരണപ്പെട്ടു, വിക്രത്തിന്റെ കൂട്ടുകാരനാണ് കുത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സരിയു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പോലീസ് കേസ് എങ്ങനെ വരുവാണെങ്കിൽ തന്റെ പേര് പറയരുതെന്നും. ആ പയസ് പറയുകയും ചെയ്ത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ലെന്ന് പറയുകയും ചെയ്താണല്ലോ. പക്ഷെ അയാള് ഒരു പ്രാവശ്യം പോലീസ് ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കുമ്പോഴേക്കും സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. സരയുവാണ് ഇതിനെല്ലാം പിന്നിലെന്ന്. കിരണിനും കല്യാണിക്കും സത്യങ്ങളൊക്കെ മനസ്സിലാവട്ടോ, സരയുവാണ് എല്ലാത്തിനും പിന്നിലെന്ന്. പക്ഷെ അവരത് അറിഞ്ഞിട്ട് പോലും അറിയാത്ത പോലെ ഭാവിക്കും. കാരണം വേറൊന്നല്ല, സരുവിനോട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനോ സരുവിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നൊന്നും അവർക്ക് സാധിക്കില്ല. അതിന് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് സരുവിനെ ജയിലിലേക്ക് ഇടാൻ തന്നെയാണ് കിരണും കല്യാണിയും വിചാരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തെളിവും കാര്യങ്ങൾക്ക് വേണ്ടി പോലീസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കേസ് അന്വേഷിച്ചോ, സരയു അറസ്റ്റിലാവണ നിമിഷം മാത്രം അവൾ അറിയാൻ പാടുള്ളൂ അവൾ അറസ്റ്റിലാവാൻ പോകണമെന്ന്. അവളോട് ഒരു ചോദ്യവും ചോദിക്കേണ്ട, കേസ് നിങ്ങൾ എങ്ങനെയാ തെളിയിച്ചോളാൻ വേണ്ടി കിരൺ പറയണം. അങ്ങനെ സരയു എന്ന് പറഞ്ഞ ദുഷ്ട കഥാപാത്രത്തിന്റെ യഥാർത്ഥ മുഖം കിരണും കല്യാണിയും മനസ്സിലാക്കുന്ന ആഴ്ചയാണ് ഈ ആഴ്ച. ഇനി അടുത്തത് വലിയ ശത്രു സരയു. അതെ, സരയു മരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതിന്റെ ഒറിജിനൽ പ്രൊമോ രാത്രി 11 മണിക്ക് വരണ പ്രൊമോ എന്തായാലും ചാനലിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഒറിജിനൽ പ്രൊമോ കാണാൻ ആഗ്രഹമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 11:10 11:15 മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യോട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.